ഓപ്പറേഷൻ വിജയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? അറിയില്ലെങ്കിൽ നമ്മുടെ ചരിത്രം നാം അറിഞ്ഞിരിക്കണം. പാകിസ്ഥാന്റെ ക്രൂരചതിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ത്യ സ്വാതന്ത്ര്യമായത് മുതൽ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചെറുതും വലുതുമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു. 1947, 65, 71 എന്നീ വർഷങ്ങളിൽ പരസ്പരം ഏറ്റുമുട്ടിയെങ്കിലും എല്ലായ്പ്പോഴും ഇന്ത്യക്ക് തന്നെയായിരുന്നു മേൽക്കോയ്മ. ഇരു രാജ്യങ്ങളിലെ അതിരുകളിലും സ്ഥിരം പട്ടാള സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്നാൽ കനത്ത മഞ്ഞുവീഴ്ച കാലങ്ങളിൽ ഇരുവിഭാഗവും ബേസുകളിലേക്ക് മടങ്ങുമായി. നിയന്ത്രണ രേഖയ്ക്ക് സമാന്തരമായി 160 കിലോമീറ്റർ നീളത്തിൽ പാകിസ്ഥാൻ പട്ടാളക്കാരും തീവ്രവാദികളും പിടിച്ചടക്കി. കാർഗിൽ, ദ്രാസ്, ബറ്റാലിയ, മഷ്കോ, കക്സർ തുടങ്ങിയ പലയിടങ്ങൾ പാകിസ്ഥാൻ പട്ടാളക്കാർ പിടിച്ചടക്കി. വളരെ ഉയരത്തിലുള്ള യുദ്ധമേഖലയായതുകൊണ്ട് നമ്മുടെ പട്ടാളക്കാർക്ക് വളരെ പെട്ടെന്നൊന്നും പ്രതികരിക്കാൻ സാധിച്ചിരുന്നില്ല. ആദ്യം പോയ സൈനിക പെട്രോൾ സംഘത്തെ പാകിസ്ഥാൻ പട്ടാളക്കാർ പിടിച്ചടക്കുകയും ഒരുപാട് ഉപദ്രവിച്ച് കൊല്ലുകയും ചെയ്തു. പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖം ഉപരോധിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ നാവികസേനയുടെ ഓപ്പറേഷൻ തൽവാറും ആകാശമാർഗം കരസേനയുടെ സഹായത്തിനായി ഓപ്പറേഷൻ സഫേദ് സാഗർ പ്രഖ്യാപിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ സേവനവും സ്തുത്യാർഹമാണ്. ഇരുവിഭാഗത്തിൽ നിന്നും കനത്ത ആൾനാശമുണ്ടായി. ഇന്ത്യൻ സൈന്യത്തിന്റെ മനോധൈര്യത്തിന്റെയും തന്ത്രത്തിന്റെയും മുമ്പിൽ പാകിസ്ഥാൻ പതിയെ മുട്ടുമടക്കി. പാകിസ്ഥാനെതിരെ ലോകരാജ്യങ്ങൾ പ്രതികരിച്ചതോടെ പാകിസ്ഥാൻ ഇന്ത്യൻ ഇടങ്ങളിൽ നിന്ന് ഒഫീഷ്യലായി പിന്മാറ്റം പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ പാകിസ്ഥാൻ തീവ്രവാദ വിഭാഗം പിന്മാറാൻ തയ്യാറായിരുന്നില്ല. തുടർന്ന് ഇന്ത്യൻ എയർഫോഴ്സ് തീവ്രവാദ ക്യാമ്പുകളിലേക്ക് ജൂലൈ 26 കനത്ത ആകാശ ആക്രമണം നടത്തി. അതോടെ ചിതറിപ്പോയ പാകിസ്ഥാൻ തീവ്രവാദ സംഘങ്ങൾ മരണപ്പെടുകയോ പിന്മാറുകയോ ചെയ്തു. അങ്ങനെ ജൂലൈ 26 ഇന്ത്യ പാകിസ്ഥാനു മേൽ അന്തിമ വിജയം കൈവരിക്കുകയും ഈ ദിനം നാം കാർഗിൽ വിജയ ദിനമായി ആചരിക്കുകയും ചെയ്യുന്നു. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച എല്ലാ ധീര ജവാന്മാരെയും നമുക്ക് ഈ വേളയിൽ സ്മരിക്കാം. ഒരു മിനിറ്റ് നേരം നമ്മൾ അവരുടെ സ്മരണയ്ക്കായിട്ട് മൗനം ആചരിക്കുകയാണ്.